നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് വിവിധ തലങ്ങളിലുള്ള ആശുപത്രികളിൽ അല്ലെങ്കിൽ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ പല സെറ്റിങ്സുകളിലായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ആൾക്കാരാണ്. അത് പ്രാവർത്തികമാക്കി വരുന്ന ആൾക്കാരാണ്. അത് പല ഗ്രേഡിങ്ങിൽ പല ഗൈഡ് ലൈൻ അനുസരിച്ച് പല പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മളത് വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കുന്നുമുണ്ട്. ഇതിൻ്റെ എല്ലാം ബേസിക്സ് മുതൽ, അതായത് നമ്മൾ പറയുമ്പോൾ ആദ്യകാലത്തെ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് മുതൽ നമ്മൾ പല തലങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് നടപ്പിലാക്കി കൊണ്ടുവരുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ നമ്മുടെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് മാറ്റി വരുന്നുണ്ട്. ഓരോ പുതിയ ഡിസീസസ് വരുമ്പോഴും അല്ലെങ്കിൽ എമർജിങ് ആൻഡ് റീ എമർജിങ് ഡിസീസസ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജികൾ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് പല ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ എന്ന് പറയുന്ന മേഖലയിൽ തന്നെ പല റിസർച്ചുകൾ നടക്കുകയും പലതരത്തിലുള്ള ലിറ്ററേച്ചർ റിവ്യൂസ് നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സൽ പ്രിക്കോഷൻസിന് അതുപോലുള്ള പ്രാക്ടീസുകൾ നമ്മൾ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാറ്റുകയും അത് പിന്നീട് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, ഒബ്സർവേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന തലത്തിലേക്ക് വരികയും അതിനകത്തോട്ട് പിൽക്കാലത്ത് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റഡ് ഗൈഡ് ലൈൻസ് ഒക്കെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ വളരെ പ്രാധാന്യമായി കാണുന്ന ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ്, അതിനോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസും, ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ നിലവിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഹെൽത്ത് കെയർ സെറ്റിങ്സിലെ വിവിധ വിഭാഗം ജീവനക്കാരും നമ്മൾ ഏത് സെറ്റിങ്സിലായാലും, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഏത് സെറ്റിങ്സിലായാലും, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലായാലും ഫീൽഡ് ലെവലായാലും അതല്ല മറ്റ് കണ്ടിജൻസി ലെവൽസിലായാലും നമ്മൾ വളരെയധികം എഫക്റ്റീവായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിൽ തന്നെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൻ്റെ കമ്പോണൻസ് എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ടറി സെഷനിൽ വളരെ ഫലപ്രദമായിട്ടുള്ള സെഷൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കമ്പോണൻസ് ആയിട്ട്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൻ്റെ കമ്പോണൻസ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ്, അതിനെ ബേസ് ചെയ്തിട്ടൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസും പോളിസീസും നമ്മൾ കണ്ടിട്ടുണ്ടാവും, പഠിച്ചതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ തന്നെ, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ തന്നെ വിവിധ തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഇറങ്ങുകയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഗൈഡ് ലൈൻസുകളും പോളിസികളും അതിനോടനുബന്ധിച്ച SOPസും ഒക്കെ ഉള്ളതാണ്. ഇതിലെല്ലാം വളരെ ഫലപ്രദമായിട്ട് നമ്മൾ പറയുന്ന രണ്ട് സ്ട്രാറ്റജീസ്, റെസ്പിറേറ്ററി ഹൈജീനും രണ്ടാമത്തെ സ്ട്രാറ്റജി പേഷ്യൻ്റ് കൊഹോർട്ടിങ് അല്ലെങ്കിൽ പേഷ്യൻ്റ് പ്ലേസ്മെൻറ്റ്, ഈ രണ്ട് സ്ട്രാറ്റജിയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് എറ്റിക്സ് ഓർ കഫ് എറ്റിക്കറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിലായാലും ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസിലായാലും എയർബോൺ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു 2016 ശേഷം ഡിഫറെൻറ്റ് ഏജൻസീസ് നടത്തിയ സ്റ്റഡീസിൽ ഈ പറഞ്ഞ കൂടുതൽ ഫോക്കസ് ഈ എയർബോൺ ഇൻഫെക്ഷൻസ്, അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതിൻ്റെ പ്രിവെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നു. പക്ഷെ നമ്മൾ 2020-21 ആ കാലഘട്ടങ്ങളിൽ കോവിഡ് ഒരു പാൻഡമിക് ആയിട്ട് വരികയും അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാനായിട്ട് നമ്മളുടെ വേൾഡിലെയും നമ്മുടെ നാഷണൽ ഏജൻസീസിനെയും സ്റ്റേറ്റ് ഏജൻസീസിനെയൊക്കെ കൂടുതൽ ഒന്ന് പ്രഷർ ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, ഇപ്പോൾ കഫ് കോർണർ ആയാലും അതല്ല നമ്മുടെ റെസ്പിറേറ്ററി ഹൈജീൻസ്, നമ്മൾ പബ്ലിക്കിനെ അടക്കം നമ്മൾ പല സ്ട്രാറ്റജികളിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ റെസ്പിറേറ്ററി ഹൈജീൻ ആസ് ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ നമ്മൾ എങ്ങനെ നടപ്പിലാക്കും. ഇപ്പോൾ പലപ്പോഴും ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്
ഇപ്പോൾ ഞാൻ ഡീൽ ചെയ്യുന്ന മിക്ക സെഷനിലും പറയുന്നത് നമുക്കിതിൻ്റെ ഓപ്പറേഷണലൈസേഷൻ ആണ് വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഗൈഡ് ലൈൻസും പ്രോട്ടോകോൾസും ഒക്കെ നമുക്ക് എടുത്ത് പ്രയോഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ ഗൈഡ് ലൈൻസിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് തന്നെ അതിനെ നമ്മൾ നടപ്പിൽപ്പെടുത്തി വരുമ്പോഴത്തേക്കും ഒരുപാട് ഹഡിൽസ് നമുക്ക് പൊങ്ങി വരുന്നുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ റെസ്പിറേറ്ററി ഹൈജീനും കഫെറ്റിക്സും നമ്മൾ നടപ്പിലാക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ കഫ് കോർണർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നടപ്പിലാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി നടപ്പിലാക്കി വിജയിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പൊ അത്തരം ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ബേസിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷനും ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനുമായിട്ടുള്ള മിക്ക ഡിസീസസും, വൈറൽ ബാക്ടീരിയൽ ഡിസീസസും പ്രിവെന്റ് ചെയ്യാൻ വളരെ ഫലപ്രദമായൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇതിനകത്തൊരു ഒരു വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെറ്റിങ്സിലെ മറ്റേ PPE അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ് കുറച്ചുകൂടെ ഒരു ടേക്ക് പാർട്ട് എടുക്കുന്നതെങ്കിലും ഈ റെസ്പിറേറ്ററി ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പബ്ലിക് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു കാര്യം കൂടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കോവിഡ് ടൈമിൽ നമ്മൾ ഹാൻഡ് ഹൈജീൻ പബ്ലിക്കിനെ പഠിപ്പിച്ചതുപോലെ ഈ കഫെറ്റിക്സും ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടപ്പിലാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ റെസ്പിറേറ്ററി സോഴ്സ് ഉള്ള അതല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെ നടക്കുന്ന ആ രോഗികൾ നമ്മുടെ ആശുപത്രികളിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളെ കോമൺ ആയിട്ട് മറ്റ് ജനറൽ പൂൾ പേഷ്യൻസുമായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നവരായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ഡ്രോപ്ലെറ്റ് മെത്തേഡ് ആയാലും അതല്ലെങ്കിൽ ഒരു എയർബോൺ മെത്തേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിന്റെ ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ ഈ ഡ്രോപ്ലെറ്റ് ചെന്നെത്തുന്ന ഡിസ്റ്റൻസ്, ഇവരുടെ ഹാൻഡ് ഹൈജീൻ, ഇവർ കഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇവരുടെ ബിഹേവിയർ, ഇതെല്ലാമാണ് ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഹെൽത്ത് കെയർ പേഴ്സൺസിന്റെ ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞു വരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ഹൈജീനിക് മെഷർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൂഷ്യൽ ഫോർ റെഡ്യൂസിങ് ദ ട്രാൻസ്മിഷൻ ഓഫ് റെസ്പിറേറ്ററി പത്തോജൻസ്. അത് വളരെ ഒരു വൈറ്റൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ത്രൂ ഔട്ട് ദ പ്രോസസ് ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളവിടെ ഫേസ് ചെയ്യുന്ന വലിയൊരു ഹഡിൽ പറയുന്നത്. അതിനകത്ത് എന്താണ് റെസ്പിറേറ്ററി ഹൈജീൻ അല്ലെങ്കിൽ കഫെറ്റിക്കേറ്റ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രാക്ടീസ്. കുറെ അധികം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് തടയാൻ പറ്റും. അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളൊരു സിസ്റ്റമാണ് കഫ് കോർണർ, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ. നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അതിന്റെ കാര്യഗൗരവം മനസ്സിലാകുന്നതാണ്. നമ്മൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പേഴ്സ്, അവർക്ക് സേഫ് കഫിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ടിഷ്യൂ പേപ്പേഴ്സ് ആയാലും ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള യൂട്ടൻസിൽസ് ആയാലും, അതല്ലെങ്കിൽ ഇവർക്ക് പ്രൈവസി ആയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഒരു മറ്റ് ജനറൽ പൂളിൽ നിന്ന് മാറി ഇരിക്കാനായിട്ട് പ്രത്യേക ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ, അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെളിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ടേം നമ്മൾ ത്രൂ ഔട്ട് ഇപ്പോൾ ഇതിന്റെ ഈ റെസ്പിറേറ്ററി ഹൈജീന്റെ കോൺസെപ്റ്റ് ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ CDC അല്ലെങ്കിൽ ലോകത്തുള്ള ഏതൊരു ഏജൻസി എടുക്കുന്നതായാലും ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജീസ് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് എപ്പോഴും അങ്ങനെയായിരുന്നു. അതായത് ഈ റെസ്പിറേറ്ററി ഹൈജീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നപ്പം മുതൽ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഏജൻസീസ് പ്രവർത്തിച്ചിരുന്നത്.
ഇനി റെസ്പിറേറ്ററി ഹൈജീനിക് മെഷേഴ്സ് ആയിട്ട് ഇതിന്റെ ബേസിക്സ് മാത്രമാണ്. കുറച്ചുകൂടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് കുറച്ചുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിന്റെ ബേസിക്സ് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ദ ഫസ്റ്റ് തിങ് ഈസ് കവറിങ് ഓഫ് മൗത്ത് ആൻഡ് നോസ്. നമ്മൾ കഫ് ചെയ്യുമ്പോഴും സ്നീസ് ചെയ്യുമ്പോഴും ഒക്കെ മൗത്ത് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണെങ്കിൽ നമുക്ക് കഫ് കോർണർ അവൈലബിൾ ആണെങ്കിൽ അവിടെ ടിഷ്യൂ പേപ്പറും ഡിസ്പോസിബിൾ മെറ്റീരിയൽസ് ഉണ്ടാകും. അപ്പോൾ അതുപയോഗിച്ച് മൗത്ത് കവർ ചെയ്യുക എന്നുള്ളത്, മൗത്ത് ആൻഡ് നോസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈ ഡ്രോപ്ലെറ്റ് എസ്കേപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂസ് ദ നിയറസ്റ്റ് വേസ്റ്റ് റെസപ്റ്റിക്കിൾ ടു ഡിസ്പോസ് ഓഫ് ദ ടിഷ്യൂസ് ആഫ്റ്റർ യൂസ്. അവിടെ ഈ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അധിക ദൂരം ക്യാരി ചെയ്യാതെ, ഈ അധിക ദൂരം ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡ്രോപ്ലെറ്റ് എന്നുള്ളത് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ ആകാനുള്ള സാധ്യത ഉണ്ടാവും അങ്ങനെയുള്ള ഡിസീസസ് ആണെങ്കിൽ. അതല്ല എങ്കിൽ ഇതൊരു ഫോമേറ്റ് ട്രാൻസ്മിഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് അതിനുള്ള സാധ്യതയും ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റിസപ്റ്റക്കിളിലേക്ക് ഇതിനെ ഡിസ്പോസ് ചെയ്യുക, ഒരു വേസ്റ്റ് സെഗ്രിഗേഷൻ ഇതിലോട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ CDC പോലുള്ള ഏജൻസീസിന്റെ ഗൈഡ് ലൈൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിയറസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നത് മാത്രമല്ല, അത് ഹാൻഡ് ഓപ്പറേറ്റിംഗ് ആകാൻ പാടില്ല, അത് കൈകൊണ്ട് ഡീൽ ചെയ്യാൻ പാടില്ല എന്നോട് അവർ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ ഗൈഡ് ലൈൻസ് ആണ്, നമ്മുടെ ഗൈഡ് ലൈൻസിലേക്ക് അത് ചേർത്തിട്ടുണ്ട്. ആൻഡ് ഇഫ് ടിഷ്യൂസ് ആർ നോട്ട് അവൈലബിൾ, അതായത് അതൊരു കണ്ടിജൻസിയാണ്, നമുക്ക് ടിഷ്യൂസ് അവൈലബിൾ അല്ല, സപ്ലൈസ് അവൈലബിൾ അല്ല, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എല്ലാവർക്കും പരിചയമായിട്ടുള്ള നമ്മുടെ എൽബോ ഉപയോഗിച്ച് എന്ത് ചെയ്യും? നമ്മൾ കഫ് ചെയ്യുന്നതിനെയോ സ്നീസ് ചെയ്യുന്നതിനെയോ ഒന്ന് ഗാർഡ് ചെയ്യും. അതായത് നമ്മുടെ അപ്പർ സ്ലീവ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഗാർഡ് ചെയ്യും. സോ ദാറ്റ് ഈ പറഞ്ഞ ഡ്രോപ്ലെറ്റ് എക്സ്പോഷർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് എസ്കേപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അത് ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CDCയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ അവരുടെ ഏജൻസിയൊക്കെ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഈ കഫ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഫ് കോർണേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ, ഇപ്പോൾ IEC ആയാലും അവർ ചെയ്യുന്ന മെത്തേഡുകളായാലും ഇതിനൊരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ഇങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്താലും പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം, അത് കഴിഞ്ഞ് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സൗകര്യം, ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് സോപ്പ് സൊല്യൂഷൻ്റെ സൗകര്യം, ഇങ്ങനെയുള്ള സപ്ലൈസ് ഈ കഫ് എത്തിക്സ് പാലിക്കേണ്ട അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്പേസിൽ കൊടുത്തില്ല എങ്കിൽ ഇതിന്റെ എഫക്റ്റീവ്നെസ് കുറയും എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. സോ ദാറ്റ് ഈ സപ്ലൈ എന്ന് പറയുന്നത്, അപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ കഫ് കോർണേഴ്സ് വെക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അതിന്റെ ബേസിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസ് ആണ് ഈ റെസ്പിറേറ്ററി ഹൈജീൻ അല്ലെങ്കിൽ ഈ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ, കഫിങ് സ്നീസിങ് ഇതുപോലുള്ള കവർ ചെയ്തു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഹാൻഡ് ഹൈജീൻ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കഫ് കോർണേഴ്സിൽ ഈ ഹാൻഡ് ഹൈജീൻ ഒബ്സർവ് ചെയ്യാനുള്ള സൗകര്യം വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത്. ആ കോൺസെപ്റ്റിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വാട്ടർ വേണം, അതിന്റെ വാഷ് ബേസിൻ വേണം, കൈ കഴുകാനുള്ള സോപ്പ് സൊല്യൂഷൻ വേണം, അതിനുള്ള പ്രൊവിഷൻസ് എല്ലാം വേണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ കഫിങ് സ്നീസിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തു, അതല്ലെങ്കിൽ മറ്റു മെത്തേഡുകൾ യൂസ് ചെയ്താൽ തന്നെയും നമ്മുടെ കൈ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ ഒരു സാധ്യത ഉണ്ടായേക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ആ കൈ വൃത്തിയാക്കാനുള്ള പ്രൊവിഷൻ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കോവിഡ് ടൈമിൽ നമ്മൾ ആവർത്തിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്, നമുക്കൊരു റൊട്ടീൻ ഹാബിച്വലൈസേഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫേസിലും ഒക്കെ ടച്ച് ചെയ്യാനുള്ള, ചിലർക്കൊരു
അവരുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ആയി മാറിപ്പോകുന്ന നമ്മുടെ ഒരു ശീലമായി മാറിപ്പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേസിലും ലിപ്പിലും നമ്മുടെ കണ്ണിലും ഒക്കെ ടച്ച് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോർട്ടൽ ഓഫ് എൻട്രി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതായത് നമുക്ക് ഇൻഫെക്ഷൻ വരാനായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഓറിഫീസസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കഞ്ചക്റ്റീവയിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് GI ട്രാക്റ്റിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം പോർട്ടൽ ഓഫ് എൻട്രി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അവോയ്ഡിങ് ടച്ചിങ് ദ ഫേസ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സും പബ്ലിക്കും ഒക്കെ ചെയ്താൽ തന്നെയും നമ്മുടെ ആ ചെയിൻ ഓഫ് ഇൻഫെക്ഷനിൽ അടുത്തൊരു പോയിന്റ്, അതായത് പോർട്ടൽ ഓഫ് എൻട്രി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുകയും ഇൻഫെക്ഷന്റെ ചാൻസ് കൺസിഡറബിളി കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും എന്നുള്ളത്. ഇതാണ് അതിന്റെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടെണ്ണം ഹാൻഡ് ഹൈജീനും അവോയ്ഡിങ് ടച്ചിങ് ഫേസും. അടുത്തത് എഫക്റ്റീവ് യൂസ് ഓഫ് മാസ്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പോപ്പുലേഷൻ, അതായത് കേരള പോപ്പുലേഷനെ ഒരു പർട്ടിക്കുലർ ഹാബിറ്റ്സ് പഠിപ്പിക്കാനും ട്രെയിൻ ചെയ്യാനും ഒക്കെ വളരെ കുറച്ച് എഫേർട്ട് നമ്മൾ എടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ IEC-യിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ റിപ്പീറ്റഡ് എക്സ്പോഷറിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പഠിപ്പിച്ചൊരു സ്ട്രാറ്റജിയാണ് മാസ്കിംഗ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിപ്പോഴും നമ്മളുടെയൊക്കെ ഗൈഡ് ലൈനുകളിലും അല്ലെങ്കിൽ നമ്മൾ ആവർത്തിച്ച് നമ്മുടെയൊക്കെ IEC ആക്ടിവിറ്റീസിൽ നമ്മൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾ അവർ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഡിസീസ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പല സമയത്തും സീസണൽ ഫ്ലൂസും അതല്ല എങ്കിൽ ചില പ്രത്യേക പോക്കറ്റ്സിൽ കാണുന്ന ചില പ്രത്യേക ഇൻഫെക്ഷൻസ് ആയാലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ആയാൽ തന്നെയും ഇതൊക്കെ വളരെ ഫലപ്രദമായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ മാസ്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിൽ, എസ്പെഷ്യലി നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ റെൻഡറിങ് സെറ്റിംഗ്സിൽ നമുക്ക് അവിടെ ഒരു ട്രയാജിങ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കോണ്ടാക്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രയാജ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിൽ OP-യിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ ജനറൽ പൂളിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ, ഇങ്ങനെ ഒരു ഇത് നടക്കുന്നുള്ളൂ. അതുവരെയും ഒരുപക്ഷെ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ച് ഇവര് ഈ എത്തിപ്പെടുന്ന പോപ്പുലേഷൻ ഹാർബർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ജനറൽ പൂളിലോ അല്ലെങ്കിൽ ഒരു ജനറൽ വെയിറ്റിംഗ് ഏരിയയിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു റെസ്പിറേറ്ററി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണെങ്കിൽ, അതൊരു ഡ്രോപ്ലെറ്റ് മെത്തേഡോ എയർബോണോ ഒക്കെ ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു ഗ്യാതറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ എനഫ് ടു ക്രിയേറ്റ് ഫർദർ എന്താ പറയുന്ന വിക്ടിംസ്, അടുത്ത് ഇൻഫെക്ഷൻസ് ഉള്ളവരെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാലോ, ആശുപത്രികളിലേക്ക് എന്തായാലും ഒരു നോർമൽ അല്ലെങ്കിൽ അസുഖം ഇല്ലാത്തൊരു ഗ്രൂപ്പ് എത്തുന്നത് വളരെ കുറച്ച് മാത്രമാണ്. എന്നാലും അങ്ങനെ ഒരു ഗ്രൂപ്പ് എത്തുമ്പോഴത്തേക്കും അതിൽ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ളവരെ ഉണ്ടായേക്കാം. അങ്ങനെ ഒരു അസംഷനിലാണ് നമ്മൾ അവർക്ക് മാസ്കിങ് വേണമെന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക്കിന് കുറച്ചുകൂടെ അവയർനെസ് വരാനായിട്ട് നമ്മുടെ IEC സ്ട്രാറ്റജീസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഈ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ തന്നെ ഇപ്പൊ പല ഹോസ്പിറ്റൽസിലും വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അവർ OP ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഈ OP റിസപ്ഷനിലിരിക്കുന്ന റിസപ്ഷൻ സ്റ്റാഫ് തന്നെ ഇവരെ റിമൈൻഡ് ചെയ്യും, മാസ്ക് ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കണം, ഇല്ല എങ്കിൽ മാസ്ക് എടുക്കണം. അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാസ്ക് റിസപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ ആ ഇൻഫെക്ഷന്റെ റിസ്ക്, മറ്റൊരാളിലേക്ക് പോകുന്ന റിസ്ക് അവർ കൺസിഡറബിൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ മാസ്കിംഗ് എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് സ്ട്രാറ്റജി ആയിട്ട്, റെസ്പിറേറ്ററി ഹൈജീൻ ഫോസ്റ്റർ ചെയ്യാനുള്ള നെക്സ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് കാണാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് പ്രോപ്പർ നാച്ചുറൽ വെന്റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വളരെ കൃത്യമായിട്ട് പല ഗൈഡ് ലൈൻസിലും പറയുന്നുണ്ട്. നമ്മുടെ നാച്ചുറൽ വെന്റിലേഷന്റെ ഗൈഡ് ലൈൻ ഇപ്പോൾ CDC അടക്കമുള്ള അവരുടെ ഗൈഡ് ലൈൻസ് പറയുന്നത് 20% ഓഫ് ദ ഫ്ലോർ ഏരിയ, ഒരു പർട്ടിക്കുലർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണെങ്കിൽ അവരുടെ ആ ഡ്വെല് ചെയ്യുന്ന ഏരിയ, ഇപ്പൊ OP സെക്ഷൻ ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ IP വാർഡ് ആണെങ്കിൽ അങ്ങനെ, ഓരോ സെക്ഷനാണ്, ഹോസ്പിറ്റലിന് മൊത്തമല്ല, ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഓരോ ഏരിയയ്ക്കും
അവരുടെ ഫ്ലോർ ഏരിയയുടെ 20% വരെ നാച്ചുറൽ വെന്റിലേഷൻ വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നാച്ചുറൽ വെന്റിലേഷനിലൂടെയോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആശുപത്രികളിലൊക്കെ മെക്കാനിക്കൽ വെന്റിലേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ വെന്റിലേഷൻ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വെന്റിലേഷൻ ഉപയോഗിക്കുകയോ എയർ പ്യൂരിഫയറോ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സ് നടപ്പിലാക്കിയാൽ തന്നെ നമുക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത സ്ട്രാറ്റജി. സോ ദ നെക്സ്റ്റ് തിങ്, നമ്മൾ കോവിഡ് കാലത്ത് വലിയൊരു പബ്ലിക് ക്യാമ്പയിനായിട്ടൊക്കെ കൊണ്ടുവന്നൊരു കാര്യമാണ് ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ ആശുപത്രിക്ക് അകത്ത് പോലും ബെഡ് സ്പേസിങ് അടക്കം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. ഒരു 1 to 2 മീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ പോലും അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഓവർ ക്രൗഡഡ് സ്റ്റേജിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ ഫിസിക്കൽ ഗൈഡ് ലൈൻസിൽ നമ്മൾ വെയിറ്റിംഗ് ഏരിയയ്ക്കൊക്കെ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് കാരണമെന്ന് പറയുന്നത്. കാരണം അവിടെ ചെന്നിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായി എഗെയിൻ ഒരു രണ്ടാമതൊരു ഇൻഫെക്ഷനുമായിട്ടോ അതല്ലെങ്കിൽ രണ്ടാമതൊരു ഡിസീസ് ബേർഡനുമായിട്ട് രോഗികൾ വീട്ടിൽ പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതിനകത്ത് ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻസിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് 1 to 2 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു ബെഞ്ച് മാർക്കിംഗ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ശ്രദ്ധിക്കണം. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോട്ടിങ് റെസ്പിറേറ്ററി എത്തിക്സ്. ഇതിൽ ഈ പ്രൊമോട്ടിങ് റെസ്പിറേറ്ററി എത്തിക്സിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും CDC പറയുന്ന, അതായത് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് അവർ കുറച്ച് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് തിങ് ഈസ് IEC. നമ്മൾ കൊടുക്കുന്ന IEC മെറ്റീരിയൽസ് അത് ഇവര് അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സെറ്റിങ്സിലേക്ക് എത്തുന്ന ടൈം മുതൽ നമ്മൾ ഈ IEC ആക്ടിവിറ്റീസ് അത് ഇവർക്ക് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇവർ കോറിഡോഴ്സിൽ, ലിഫ്റ്റിൽ, ഇവർ ഫസ്റ്റ് കോണ്ടാക്ട് വരുന്ന റിസപ്ഷൻസ്, ഇവരെ എവിടെയൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ ഇത് IEC സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഈ കോൺസ്റ്റന്റ് റിമൈൻഡിങ് ദ തിങ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ആ പർട്ടിക്കുലർ ബിഹേവിയർ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സ്റ്റിമുലസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ദെൻ അതിനകത്ത് ഈ വിഷ്വൽ അലേർട്സ് വളരെ എഫക്റ്റീവായിട്ട് അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ്. അതായത് അതിന് വെറും നമ്മളെ എന്താ പറയുന്നത് വേർഡിങ്സോ അങ്ങനെയുള്ളത് മാത്രമല്ല, ഹൗ ടു വിയർ മാസ്ക് അല്ലെങ്കിൽ ഹൗ ടു പ്രോപ്പർലി കഫിങ് ടെക്നിക്ക് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിഷ്വൽ അലേർട്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ റെസ്പിറേറ്ററി എത്തിക്സ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ നെക്സ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നതെന്ന് പറയുന്നത്. So then provide conveniently located dispensers of alcohol-based hand rub. നമ്മൾ ഹാൻഡ് ഹൈജീന് ഒരു അനലോഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീന് പകരം യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു നെക്സ്റ്റ് ഒരു സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചു ഹാൻഡ് ഹൈജീൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതിന് തൊട്ട് മുൻപ് വരെ നമുക്ക് ഒരു ബ്രിഡ്ജ് മെത്തേഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്. ഡെഫിനറ്റ്ലി പത്തോജനിക് ഓർഗാനിസംസിന് എന്തായാലും വൈപ്പ് ഔട്ട് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഹാൻഡ് വാഷിങ്ങിലേക്ക് എത്തുന്നതിന് മുൻപ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇവർക്ക് ഈ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ പലയിടത്തായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരത് യൂസ് ചെയ്യുകയും ഇൻഫെക്ഷൻസിന്റെ റിസ്ക് അവിടെ കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുക. ദെൻ വെയർ സിങ്സ് ആർ അവൈലബിൾ എൻഷുർ ദ സപ്ലൈസ് ഫോർ ഹാൻഡ് വാഷിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ IEC അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ സപ്ലൈസ്. നമ്മൾ ഈ IEC ആക്ടിവിറ്റീസ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും തന്നെയും നമുക്കവിടെ ഇവർക്ക് ഈ പറയുന്ന പ്രാക്ടീസസ് ഓരോന്നും ചെയ്യാനുള്ള സപ്ലൈസ് ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഇവർ യൂസ് ചെയ്യുള്ളൂ. അതൊരു എന്താ പറയുന്ന ഒരു പബ്ലിക് ഗവേണിംഗ് സ്ട്രാറ്റജിയാണ്, അവരെ ഇതിലോട്ട് കൊണ്ടുവരുന്നതിനുള്ളൊരു സ്ട്രാറ്റജിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ
എത്ര തന്നെ ഹാൻഡ് വാഷിംഗ് ഇത് പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ ഫലപ്രദമാകില്ല, അല്ലെങ്കിൽ അതത്ര ചിലപ്പം സക്സസ്ഫുൾ ആകില്ല എന്ന് ഗവൺമെന്റ് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് കോവിഡ് ടൈമിൽ അവിടെ അവിടെയൊക്കെ നമുക്ക് ഹാൻഡ് വാഷിംഗ് കോർണർ സ്റ്റാർട്ട് ചെയ്യുകയും നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ, ഹാൻഡ് വാഷിങ്ങിന് വേണ്ടി ഒരു ക്യാമ്പയിൻ എല്ലായിടത്തും വെള്ളവും വാഷ് ബേസിനും പ്രൊവൈഡ് ചെയ്യുകയും സോപ്പ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നൊരു വലിയൊരു ക്യാമ്പയിൻ നമ്മൾ നടത്തുകയും വളരെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അത് ഈ സപ്ലൈ മാനേജ്മെന്റ്, ഇവർക്ക് വേണ്ടുന്ന യൂട്ടിലിറ്റീസ് സപ്ലൈ കൊടുത്തിട്ട് അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് IECയോടൊപ്പം വളരെ പ്രധാനമായിട്ട് ഈ കഫ് എത്തിക്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പബ്ലിക്കിനെ ഫോസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഫ് എത്തിക്സിനകത്തുള്ളത്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പബ്ലിക്കിനെ വിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. എങ്ങനെയാണ് ഇത് ഇവർക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത് നമ്മുടെ ആശുപത്രികളിൽ വരുമ്പോൾ തന്നെ ഇത് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം, ഒരു പ്രാക്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽസിലേക്ക് എത്തുമ്പോൾ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എത്തുമ്പോൾ ഒരു പോയിന്റ് ഓഫ് എൻട്രിയിൽ തന്നെ ഇവരെ റിമൈൻഡ് ചെയ്യുകയും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഡിപ്പാർട്ട്മെന്റിലോ അല്ല ഒരു സെക്ഷനുകളിലോ ഉണ്ടാവുന്നില്ല. IECs ഉണ്ടാവാം, പക്ഷേ അവിടെയുള്ള ഓഫീസേഴ്സ് ഇതിനൊന്നും റിമൈൻഡ് ചെയ്യിക്കുന്നില്ല. അതേസമയം നമ്മുടെ മുന്നിലേക്ക് വരുന്ന, അല്ലെങ്കിൽ അവർക്ക് സർവീസ് കൊടുക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഒരേ കാര്യം തന്നെ റിമൈൻഡ് ചെയ്താൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ കഫ് എത്തിക്സിനെ കുറിച്ചും മാസ്ക് വെക്കുന്ന രീതിയെക്കുറിച്ചും ഒക്കെ ഒരാൾ റിസപ്ഷനിൽ വന്നു, റിസപ്ഷനിൽ നിന്ന് ഇൻസിസ്റ്റ് ചെയ്തു, മേ ബി അയാൾ മാസ്ക് ഉപയോഗിക്കാനായിട്ട് വിമുഖത ഉണ്ടായിരുന്നിരിക്കാം. OP എത്തുമ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പറയാണ് മാസ്ക് ഉപയോഗിക്കാൻ, ഡെഫിനറ്റ്ലി അവർ വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ നഴ്സിംഗ് ഓഫീസറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവരും അത് റിമൈൻഡ് ചെയ്യുകയാണ്. എങ്കിൽ ഈ ത്രൂ ഔട്ട് ഈ പേഷ്യൻ്റ് എന്ത് ചെയ്യും? നമ്മുടെ ഹോസ്പിറ്റലിന് എൻട്രി ചെയ്ത് എക്സിറ്റ് ആകുന്നത് വരേക്കെങ്കിലും ഈ റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊരു ശ്രദ്ധ ഉണ്ടാകാനുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ അവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അഡ്ഹറൻസ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ മെയിൻ സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ്. ഒന്ന്, IEC പ്രൊവൈഡ് ചെയ്യുക. രണ്ട്, റീഇൻഫോഴ്സ്മെന്റ്, അതായത് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഓഫീസേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരം പ്രാക്ടീസസ് അവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവുക. മൂന്ന്, നമ്മുടെ അതോറിറ്റീസിനെയും കൂടെ ഇൻവോൾവ് ചെയ്യേണ്ട സ്ട്രാറ്റജിയാണ് മൂന്ന്. ഇതിനു വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് ഉണ്ടാവുക എന്നുള്ളത്. ഇതിന്റെ ഈ സപ്ലൈസ് ഉണ്ടാവുക എന്നുള്ളതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർത്തോട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കോൺസെപ്റ്റാണ് കഫ് കോർണർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഇപ്പോൾ ഈ തുടക്കം മുതൽ നമ്മൾ കഫ് കോർണറിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ കഫ് കോർണറിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് ചെറുതായെങ്കിലും നമ്മുടെ മനസ്സിൽ ഫെയ്ഡായി തുടങ്ങിയൊരു പോയിന്റാണ്. വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ കഫ് കോർണർ ഒരു കോർണർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിക്വയർമെന്റ് ഗൈഡ് ലൈനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടൊരു റിക്വയർമെന്റ് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട് പലപ്പോഴും ഈ കാര്യങ്ങൾ. ശരിക്കും ഒരു കഫ് കോർണർ എന്ന് പറയുന്നത്, ഇപ്പൊ പലരുടെയും മനസ്സിൽ നമ്മൾ പല ഓഫീസേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, ചുമയും ജലദോഷമൊക്കെ ഉള്ളവർക്ക് പോയി ചുമച്ച് അവർക്ക് കഫ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്തിട്ട് വരാനുള്ളൊരു കോർണറായിട്ടാണ്. ആക്ച്വലി അതിനൊരു കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടൊരു കോൺസെപ്റ്റ് വന്നാൽ ഒരു പക്ഷേ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട്, ശരിക്കും അങ്ങനെയാണ് പല ഗൈഡ് ലൈനുകളിലും കണ്ടിട്ടുള്ളത്. അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, സൈൻസ് ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസോ, അതല്ല എങ്കിൽ ഒരു ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വന്നേക്കാം എന്ന് നമ്മൾ സംശയിക്കുന്ന രോഗികളോ വന്നാൽ അവർ ജനറൽ പൂളിലെ പേഷ്യൻസുമായിട്ട് കോൺടാക്ട് വരാതിരിക്കാനുള്ള ഒരു ട്രയാജിങ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാകണം ഈ കഫ് കോർണറുകൾ നടപ്പിലാക്കേണ്ടത്. അതായത് റെസ്പിറേറ്ററി സിംറ്റംസുമായിട്ട് വരുന്ന രോഗികൾ അവരെന്ത് ചെയ്യണം? ചാനലൈസ് ചെയ്യപ്പെടണം. ജനറൽ പൂളിലോട്ട് വരാതെ ചാനലൈസ് ചെയ്യപ്പെടണം. അവർ പ്രത്യേകിച്ചിരിക്കുന്ന, അവരെ സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞ കഫ് കോർണറുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങളെല്ലാം
വേണം. അവർക്ക് ഈ കഫ് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് ഹാൻഡ് വാഷ് ചെയ്യാനും അല്ലെങ്കിൽ കഫ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പറ്റും, ഈ ജനറൽ പൂളുമായിട്ട് ഇവർ കോണ്ടാക്ട് വരുന്നില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡ്രോപ്ലെറ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു ഡ്രോപ്ലെറ്റ് എമിഷൻ എന്ന് പറയുന്നത് അവിടെ റെഡ്യൂസ് ചെയ്യും. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, അവർ മറ്റ് രോഗികളുമായിട്ട് കോണ്ടാക്ട് വരുന്നില്ല. അവർ മെഡിക്കൽ ഓഫീസറിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഏത് സർവീസിലേക്കാണോ അവർ വന്നത് ആ സർവീസിലേക്ക് എത്തിപ്പെട്ടിട്ട് അവർ തിരിച്ചെന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പൊ പലപ്പോഴും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിലെ കഫ് കോർണറിന്റെ പൊസിഷൻ അടക്കം ഒന്ന് ആലോചിച്ച് നോക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് കഫ് കോർണർ എന്ന് പറയുന്നത് ഇപ്പോൾ OP റിസപ്ഷൻ, മിക്ക ഹോസ്പിറ്റൽസിലും OP റിസപ്ഷന്റെ ഭാഗമായിട്ടാണ് കഫ് കോർണർ വരുന്നത്. എങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ഒരു ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ഇതിൽ നിന്നൊക്കെ മാറി ഒരു ഐസൊലേറ്റഡ് സ്പേസിൽ നമ്മൾ കഫ് കോർണർ പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ കഫ് കോർണറിന്റെ പ്ലേസ്മെന്റ് വളരെ ഒരു എന്താ പറയുക, ഒരു പോളിസി ലെവൽ തിങ് ആയിട്ട് എടുത്തുകൊണ്ട് ഇത് ചെയ്യുക. ഇനി രണ്ടാമതൊരു സ്ട്രാറ്റജി ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ റെസ്പിറേറ്ററി എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ്, അതല്ലെങ്കിൽ റെസ്പിറേറ്ററി എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടീസസ് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ SOPയുടെ ഭാഗമാകണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ SOPയുടെ ഭാഗമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പിന്നീട് വരുന്ന സ്റ്റാഫുകൾക്ക് അതിനനുസരിച്ച് ക്യാരി ഓവർ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പോളിസി ലെവലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പ്ലേസ്മെന്റ് ഓഫ് കഫ് കോർണർ ആകട്ടെ, പേഷ്യന്റിന്റെ ട്രയാജിങ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡിവിഷൻ, അവരെ ഡിവൈഡ് ചെയ്ത് പല സർവീസസുകളിലേക്ക് എത്തിക്കുന്നതാകട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ ദീർഘകാലത്തേക്ക് ഒരു സൊല്യൂഷനുമാകും ഏത്, നമ്മുടെ SOPകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ മാനുവൽസിലോ ഇത്തരം റെസ്പിറേറ്ററി എത്തിക്സിന്റെ ബേസിക് തിങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റെസ്പിറേറ്ററി ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയാനുള്ളത്. സോ ദ നെക്സ്റ്റ് ടോപ്പിക്, നമ്മൾ പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നു എന്ന് പലപ്പോഴും പലരും അവെയർ അല്ല. അല്ലെങ്കിൽ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് എന്ന് പലരും അറിയുന്നില്ല. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആശുപത്രികളിലൊക്കെ വളരെ കാലം മുൻപേ തന്നെ ഇപ്പോൾ മോസ്കിറ്റോ ബോൺ ഡിസീസസ് ഉള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ഒരു എന്ത് പറയുന്നു റൂമോ അല്ലെങ്കിൽ വാർഡോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഏരിയയോ ഡെസിഗ്നേറ്റ് ചെയ്ത് അവരെ മോസ്കിറ്റോ നെറ്റ്സ് ഒക്കെ ഉപയോഗിച്ച്, മോസ്കിറ്റോ പ്രിവെന്റീവ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, IP കെയർ കൊടുത്തോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്തോ അവരെ സർവീസിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് വിടാറുണ്ട്. ഇത് ആക്ച്വലി ഈ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ഇത് പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രിക്കോഷന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ അറിയാറില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും ഒക്കെ നമ്മൾ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള, ഇപ്പം നമുക്ക് വളരെയധികം ചെലവ് ചുരുക്കി നടത്താവുന്ന ഈ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ റെസ്പിറേറ്ററി ഹൈജീൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ചില പോളിസി ലെവൽ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ പോളിസി ലെവൽ ഡിസിഷൻസ്, ഇപ്പോൾ ഇത്തരത്തിലുള്ള രോഗികൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, റെസ്പിറേറ്ററി സിംറ്റംസ് ഉള്ള രോഗികളാണെങ്കിൽ നമ്മൾ ഏത് ഭാഗത്ത്, വാർഡിന്റെ ഏത് ഭാഗത്ത് കിടത്തും അല്ലെങ്കിൽ ഏത് വാർഡിൽ നമുക്ക് കിടത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോളിസി ലെവൽ ഡിസിഷൻ ആയിട്ട് നേരത്തെ ഉണ്ടെങ്കിൽ, നമ്മുടെ SOPയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കി എന്താണ് ഡിസീസ് ബേർഡൻ നമ്മുടെ ഹോസ്പിറ്റൽസിൽ കുറയ്ക്കാൻ പറ്റും. പലപ്പോഴും ഒക്കെ ഇപ്പോൾ വാർഡിനകത്തൊക്കെ ഇപ്പോൾ ചെറിയ ഔട്ട് ബ്രേക്സ് ഒക്കെ ഉണ്ടാവാൻ കാരണം, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മെഡിക്കൽ വാർഡിൽ ഫീവർ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് അടുത്ത് കിടക്കുന്ന 1-2 ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഈ ഫീവർ അല്ലെങ്കിൽ ഈ പറയുന്ന റെസ്പിറേറ്ററി സിംറ്റംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ചിലയിടത്തെങ്കിലും അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഇപ്പം എന്താണ് പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ഈ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ ക്രൂഷ്യൽ പോയിന്റ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. നമുക്കറിയാം, ഈ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഫാക്ടർ അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പേഷ്യന്റ് തമ്മിലുള്ള അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള പ്രോക്സിമിറ്റി,
വന്ന ഡിസീസസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാരുടെ കോമോബിഡിറ്റീസ്, അവരുടെ ഇൻഫെക്ഷൻ റിസ്ക്, അവരുടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. ഇനി ഇൻഫെക്ഷൻ വന്നാൽ തന്നെ, ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയാൽ, അതല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റബിലിറ്റി ഉള്ള ഇൻഫെക്ഷൻ വന്നാൽ തന്നെ അതിന്റെ ഇമ്പാക്റ്റ്, ഇതെല്ലാം അനുസരിച്ചിരിക്കും ഒരു റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന എലമെന്റ്. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് കേസ് അല്ലെങ്കിൽ ഒരു പ്രൈമറി കേസ് നമ്മുടെ വാർഡിലുണ്ട് എങ്കിൽ മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ വരുന്നതിന്റെ റിസ്ക് ഈ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം അനുബന്ധിച്ചിരിക്കും. അപ്പൊ അതിനകത്ത് വളരെ വൈറ്റൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവരുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇവരെ സെഗ്രിഗേറ്റ് ചെയ്താൽ, ഇപ്പൊ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അനുസരിച്ച് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുകയാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരേ സിംറ്റംസ് ഉള്ള അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ഡയഗ്നോസിസ് ഉള്ള പേഷ്യൻസിനെ ക്ലബ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മറ്റു രോഗികളിലേക്ക് എത്തുന്ന, ഇപ്പോൾ കൂടുതലും വരുന്നത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലോ അല്ല എങ്കിൽ റെസ്പിറേറ്ററി. ഇപ്പോൾ ആദ്യം നമുക്ക് ആ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, ട്രാൻസ്മിറ്റബിലിറ്റി റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി റൂട്ടും അത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റും ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റും ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ട്രാൻസ്മിറ്റബിലിറ്റി റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിനകത്ത് പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റിന്റെ കീ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ പല ഏജൻസികളിലും പല വേർഡിങ്സ് ആണ് ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് കീ കൺസിഡറേഷൻ ആണെങ്കിൽ, ഇപ്പോൾ CDC പോലുള്ളതൊക്കെ ആണെങ്കിൽ അവർ പറയുന്നത് കീ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്നാണ്. അതിനകത്ത് നമുക്ക് ചേർത്ത് വെക്കാവുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് ഐസൊലേഷൻ റൂം. നമുക്ക് എത്രത്തോളം ഐസൊലേഷൻ റൂംസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഐസൊലേഷൻ റൂംസിന്റെ സ്റ്റാൻഡേർഡ്സ്, എന്ത് തരത്തിലുള്ള ഐസൊലേഷൻ റൂമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നൊരു കാര്യമുണ്ട്, പോസിറ്റീവ് എയർ പ്രഷറും നെഗറ്റീവ് എയർ പ്രഷർ റൂംസ് എന്നൊക്കെ പറയുന്നത്. അത് ആർക്ക് ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള രോഗികൾക്കാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള എയർ ഫ്ലോ സിസ്റ്റംസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഐസൊലേഷൻ റൂംസ്. അവിടെ അത് കൺസിഡർ ചെയ്യുന്ന ഒരു ഭാഗമാണ് അവിടെ. റൂം അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് ഇൻഡിവിജ്വലിന് റൂം അസൈൻ ചെയ്യുന്നു, ആദ്യം റൂം അസൈൻ ചെയ്യുന്നു. ഒരു പക്ഷേ റൂമിനകത്ത് തന്നെ നമ്മൾ ക്ലബിംഗ് ഓഫ് പേഷ്യൻസ്, അതായത് കൊഹോട്ടിംഗ് ഓഫ് പേഷ്യൻസ് നടപ്പിലാക്കണമെങ്കിൽ ആരൊക്കെ ഒരു റൂമിനകത്ത് ഉണ്ടാകണം, എങ്ങനെ അവർ വരണമെന്നുള്ളതാണ് റൂം അസൈൻമെന്റ്സ് എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ്, ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് ആഡ് ഓൺ പ്രിക്കോഷൻസ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന്റെ കൂടെ ഡിസീസസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ചില ആഡ് ഓൺസ് പ്രിക്കോഷൻസ് നടക്കും. അതാണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. അത് എയർബോൺ റൂട്ട് ആയാലും ശരി, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആയാലും ശരി, ഡയറക്റ്റ് കോണ്ടാക്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട്, അല്ലെങ്കിൽ ഫോർമേറ്റ് ട്രാൻസ്മിഷൻ ആയാലും ശരി, അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് പ്രിക്കോഷൻസ് നടപ്പിലാക്കിയിരിക്കണം. അത് ഈ നമ്മൾ മുകളിൽ ലിസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസിന്റെ കൂടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഹാൻഡ് ഹൈജീൻ ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അവിടെ ഇപ്പോൾ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജി ആയിട്ട് അവലംബിക്കണം. രണ്ട്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന്റെ യൂസ്. നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ആദ്യമൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്മിറ്റബിലിറ്റി കൺസിഡർ ചെയ്തിട്ട്, അതായത് നമ്മൾ ഒരിക്കലും പറയുകയുണ്ടായി, കോവിഡിന്റെ ഇതിലാണെങ്കിൽ എയറോസോളേഷൻ നടക്കുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ ഒരു ഹൈ എൻഡ് റെസ്പിറേറ്ററി PPE എടുത്താൽ മതി എന്നൊരു ഗൈഡ് ലൈൻ ഒക്കെ നമുക്കുണ്ടായിരുന്നു. പല ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് ആദ്യം മുതലേ അവരെന്ത് ചെയ്തു, ഇപ്പൊ ICUs പോലുള്ള എയറോസോൾ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള നെബുലൈസേഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ വെന്റിലേറ്ററുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ, സക്ഷനിങ് ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ, അവിടെ മാത്രം നമ്മളൊരു ഹൈ എൻഡ് റെസ്പിറേറ്ററി PPE എടുക്കുന്നു, N95 പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അതിന് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി സ്റ്റെപ്പ് ഡൗൺ മെഷേഴ്സ് എടുക്കുന്നു. അപ്പോൾ സെലക്ഷൻ ഓഫ് PPE വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കുന്നു, ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു, ദാറ്റ് ബേസ്ഡ് അപ്പോൺ ദ ട്രാൻസ്മിഷൻ
തിങ് ഓർ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷനിൽ തന്നെ ഏത് PPE നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അടുത്ത കീ എലമെന്റ് ആയിട്ട് അവർ പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് എൻവയോൺമെന്റൽ ക്ലീനിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം എൻവയോൺമെന്റൽ ക്ലീനിങ് കുറച്ചുകൂടെ യുനാനിമസ് ആയത് നമ്മൾ ഈ ഒരു പാൻഡമിക് ഇയറയ്ക്ക് ശേഷമാണ്. കാരണം അവിടെ എങ്ങനെയുള്ള എൻവയോൺമെന്റൽ ക്ലീനിങ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടുന്നത്, ഏത് തരത്തിലുള്ള ഡിസിൻഫെക്റ്റന്റ് ആയിരിക്കണം, നമ്മൾ കൊടുക്കുന്ന കോണ്ടാക്ട് ടൈം എത്രയായിരിക്കണം, എൻവയോൺമെന്റൽ ക്ലീനിങ്ങിന് നമ്മൾ കൊടുക്കുന്ന റെസിഡുവൽ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കണം. ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ ക്ലീനിങ്ങിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. പേഷ്യന്റ് ഫ്ലോ മാനേജ്മെന്റ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ FHSCകളിലടക്കം, ഫാമിലി ഹെൽത്ത് സെന്റർ, ഇപ്പോൾ എൻട്രി ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ FHSCകളിലടക്കം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പേഷ്യന്റ് ഫ്ലോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണെന്നുള്ളത്. എന്താണ് ഈ പേഷ്യന്റ് പ്ലേസ്മെന്റും പേഷ്യന്റ് ഫ്ലോ മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? അതിതാണ്, നമ്മുടെ ആശുപത്രികളിലേക്ക്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് രോഗികൾ എത്തിയാൽ വൺസ് ഇവർ എൻറ്റർ ചെയ്യുന്ന, നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എക്സിറ്റ് ആകുന്നത് വരെ ഒരു പേഷ്യന്റ് മിക്സപ്പ്, പൂൾ മിക്സപ്പ് ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഫെക്ഷ്യസ് റിസ്ക് ഉള്ള പേഷ്യന്റ് അവരവരുടെ വഴിക്കും മറ്റു രോഗികൾ അവരവരുടെ വഴിക്കും പോകാം. വൺസ് ഇവർ തിരിച്ച് അതേ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ അതേ ഫ്ലോയിലൂടെ തിരിച്ചൊഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മേ ബി ഈ പൂൾസ് തമ്മിൽ മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്, അവർക്ക് അവിടെ ഇൻഫെക്ഷൻസിന്റെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ആ പേഷ്യന്റ് ഫ്ലോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് നടന്നാൽ മാത്രമേ ഈ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഈ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ്, നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസ് അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ഇന്നതായിരിക്കണം അവരുടെ റെസ്ട്രിക്റ്റഡ് സ്പേസ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ. അത് മാത്രമല്ല, ഈ കൊഹോർട്ടിങ്ങിനെ കുറിച്ച് നമ്മുടെ ഹെൽത്ത് കെയർ പേഴ്സണൽസും വെൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ സ്ട്രാറ്റജീസിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയുന്നതാണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് മോണിറ്ററിങ് ആൻഡ് സർവൈലൻസ്. നമ്മുടെ പോളിസീസിന് അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പോളിസി, നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന പോളിസി ഹോസ്പിറ്റലിലെ എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അവരറിഞ്ഞിരിക്കണം. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള മോണിറ്ററിങ്ങും സർവൈലൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് കീ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം പറയുമ്പോൾ തന്നെയും അവിടെ നമുക്ക് റൈറ്റ്സ് ഓഫ് പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് എടുത്തു പറയാവുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് റൈറ്റ് ലെവൽ ഓഫ് കെയർ, റൈറ്റ് സർവീസ്, റൈറ്റ് നഴ്സിംഗ് യൂണിറ്റ്, റൈറ്റ് ബെഡ് ആൻഡ് റൈറ്റ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞ കീ കൺസിഡറേഷൻസിനകത്ത് വരുന്ന പോയിന്റ്സ് തന്നെയാണ്. കുറച്ചധികം ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമുണ്ട് അതിനകത്ത്. ദ ഫസ്റ്റ് തിങ് ഈസ് ഈ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റിൽ റൈറ്റ് ലെവൽ ഓഫ് കെയർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ നമ്മുടെ ഈ ഓസ്ട്രേലിയൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ സൊസൈറ്റിയുടെ പല ഗൈഡ് ലൈൻസ് നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ, പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിങ് നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കണം. ഒന്ന്, പേഷ്യന്റിന്റെ റിസ്ക് അസസ്മെന്റും, രണ്ട്, പ്രയോറിറ്റൈസേഷനും. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആ പേഷ്യന്റ് പ്ലേസ്മെന്റ് വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് ലെവൽ ഓഫ് കെയർ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ റൈറ്റ്സ് ഓഫ് പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ട് സ്റ്റെപ്പിലൂടെയാണ്. അതായത് ഒന്ന്, റിസ്ക് അസസ്മെന്റ്. അതായത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പേഷ്യന്റ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് IP സെക്ഷൻ അല്ലെങ്കിൽ OP സെക്ഷനിലേക്ക് വരുന്ന പേഷ്യന്റിന്റെ റിസ്ക് അസസ്മെന്റ്. അവിടെ എന്താ റിസ്ക് അസസ്മെന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിസ്ക് അസസ്മെന്റ് ചെയ്യുമ്പോൾ, പേഷ്യന്റ് പ്ലേസ്മെന്റിന് വേണ്ടി റിസ്ക് അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഒന്ന്, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ.
രണ്ട് ക്ലിനിക്കൽ പ്രെഡിക്റ്റേഴ്സ്, നമ്മൾ കോമോബിഡിറ്റീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ക്ലിനിക്കൽ പ്രെഡിക്റ്റേഴ്സ്, ഇൻഫെക്ഷൻ വന്നാൽ എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ വേഴ്സൻ്റ് ആവും, ആർക്കൊക്കെ ട്രാൻസ്മിറ്റബിലിറ്റി ഉള്ള ആൾക്കാരാണ്, ആരൊക്കെ ഹൈ റിസ്ക് ആണ് എന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ക്ലിനിക്കൽ ഇമ്പാക്റ്റ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വൾണറബിലിറ്റി എത്രയാണ്, ആരാണ് കൂടുതൽ വൾണറബിൾ ആവുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ റിസ്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിനിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റൂം അവൈലബിലിറ്റി. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ റിസോഴ്സസ് എന്താണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റിസ്ക് അസസ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. ഈ റിസ്ക് അസസ്മെന്റ് ചെയ്താൽ മാത്രമേ ഇതിൽ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം, റിസ്ക് അസസ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന റൈറ്റ് ലെവൽ ഓഫ് കെയർ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവർക്ക് എന്ത് തരത്തിലുള്ള കെയർ ആണ്, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയിൽ പെടുത്തിയാണ് നമ്മൾ കെയർ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രയോറിറ്റൈസ് ചെയ്ത് അലോട്ട് ചെയ്യുകയും ചെയ്യും. അതിനകത്ത് പേഷ്യൻ്റ്, ഈ പറഞ്ഞതുപോലെ പേഷ്യൻ്റ് കണ്ടീഷൻ, മെഡിക്കൽ നെസസിറ്റി, റിസോഴ്സ് അവൈലബിലിറ്റി, കണ്ടിന്യൂം ഓഫ് കെയർ കോർഡിനേഷൻ, പേഷ്യൻ്റ് പ്രിഫറൻസസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലെവൽ ഓഫ് കെയർ ഡിസൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പേഷ്യൻ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റിസ്ക് അസസ്മെന്റിലൂടെയും പ്രയോറിറ്റൈസേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഈസ് റൈറ്റ് സർവീസ്. അവിടെ റൈറ്റ് സർവീസസിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒന്ന്, ഇവരുടെ അസസ്മെന്റ് പോർഷൻ, അതായത് രോഗികളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ലെവൽ ഓഫ് കെയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസസ് അവിടെ ഇപ്പം നമ്മൾ ഏത് തരത്തിലുള്ള സർവീസസ് ആണ് കൊടുക്കേണ്ടുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ ഈ പേഷ്യന്റിനെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില പേഷ്യൻസിനെ നമുക്ക് വൺസ് ഒരു സിംഗിൾ റൂമിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഐസൊലേഷൻ റൂംസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിനെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നേക്കാം. ഇവൻ മൊബിലൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് റിസ്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവരുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ഇമേജിങ് സർവീസസ് ആവശ്യമുള്ള പേഷ്യന്റ് ആണെങ്കിൽ, ഇപ്പോൾ റെസ്പിറേറ്ററി പേഷ്യൻസിന് ഇപ്പോൾ HRCT, CT എന്നുള്ള സാധനങ്ങളിലോട്ടൊക്കെ പേഷ്യന്റ് കൊണ്ടുപോയിട്ട് വന്നേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സെയിം ഫ്ലോറിലുള്ള ഐസൊലേഷൻ റൂംസ് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കേണ്ടി വരാം. അപ്പോൾ ഇവർക്ക് ഏത് കെയർ, എന്ത് സർവീസ് വേണമെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതും കൺസിഡർ ചെയ്യണം. ഇവരുടെ പ്ലേസ്മെന്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ്, റൈറ്റ് നഴ്സിംഗ് യൂണിറ്റ്. റൈറ്റ് നഴ്സിംഗ് യൂണിറ്റ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൺസിഡർ ചെയ്യും. അതിനകത്ത് ഏത് നഴ്സിംഗ് യൂണിറ്റ്, എന്ത് തരത്തിലുള്ള നഴ്സിംഗ് കെയർ ആണ് അവർക്ക് വേണ്ടുന്നത്, ഇതും ഒരു കൺസിഡറബിൾ പോർഷൻ ആണ്. എവിടെ പേഷ്യന്റിനെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത്. അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്, അസസ്മെന്റ്, സ്പെഷ്യലൈസ്ഡ് കെയർ നീഡ്സ്, പേഷ്യന്റ് ഡയഗ്നോസിസ്, കെയർ ടീം എക്സ്പെർട്ടൈസ്, കെയർ കണ്ടിന്യൂം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ആ റൈറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. റൈറ്റ്സ് ഓഫ് നഴ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് നഴ്സിംഗ് യൂണിറ്റ് എവിടെ അലോട്ട് ചെയ്യണം, എങ്ങനെ അലോട്ട് ചെയ്യണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. സോ ദ നെക്സ്റ്റ് ഈസ് റൈറ്റ് ബെഡ്. ഇപ്പൊ ഏത് തരത്തിലുള്ള ബെഡ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പൊസിഷനിങ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ്, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. സോ അതിനകത്ത് മെഡിക്കൽ കണ്ടീഷൻ, പേഷ്യന്റ് സേഫ്റ്റി, കംഫർട്ട് ആൻഡ് സപ്പോർട്ട്, ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ സ്ട്രാറ്റജീസ്, ആ പർട്ടിക്കുലർ യൂണിറ്റിന്റെ ഇൻഫെക്ഷൻ കൺട്രോൾ സ്ട്രാറ്റജീസ്, ആക്സസിബിലിറ്റി ആൻഡ് ട്രാൻസ്ഫർ. ഞാൻ നേരത്തെ പറഞ്ഞു ആക്സസിബിലിറ്റി ആൻഡ് ട്രാൻസ്ഫർ, ഇവരെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ തന്നെ എങ്ങനെ, എപ്പോൾ, അല്ലെങ്കിൽ ചെയ്യാമോ, അല്ലെങ്കിൽ ഏത് യൂണിറ്റിലേക്ക്, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും. ഡോക്യുമെന്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റൈറ്റ് ബെഡ് പ്ലേസ്മെന്റിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് റൈറ്റ് ടൈം, അതായത് നമുക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെ ഈ കൊഹോർട്ടിങ് ടൈം, അല്ലെങ്കിൽ അത് എപ്പോ, അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളത് ആണ്. അതിന് ശരിയായ സമയം എന്ത് എന്നുള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ദ ക്ലിനിക്കൽ സ്റ്റെബിലിറ്റി, ട്രീറ്റ്മെന്റ് ഗോൾസ്, കെയർ കണ്ടിന്യൂം, റിസോഴ്സ് അവൈലബിലിറ്റി, കെയർ കോർഡിനേഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ്, അഗൈൻ ഡിസ്ചാർജ് പ്ലാനിങ്, ഡോക്യുമെന്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ എനാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ
ഇപ്പോൾ നമുക്കിപ്പോൾ ചില പേഷ്യൻസിനെ നമുക്ക് റൂമിലേക്ക് മാറ്റണം, ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റണം. പക്ഷേ കുറച്ചുകൂടെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള കെയർ വേണ്ടുന്ന പേഷ്യൻസ് ആയിരിക്കാം. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിൽ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയാലിസിസ് യൂണിറ്റിലൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് ഡയാലിസിസ് യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമുക്ക് മിക്കവാറും ഇപ്പോൾ 10 മെഷീനോളം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 6 മെഷീനോളം ലൈൻ റണ്ണിങ് ചെയ്യുന്ന മെഷീൻസ് ആയിരിക്കും. രണ്ട് മെഷീൻസ് സ്റ്റാൻഡ് ബൈ നിൽക്കുന്ന മെഷീൻസ് ഉണ്ടാവും. അതിനകത്ത് 1-2 മെഷീൻസ് ഐസൊലേഷൻ പേഷ്യൻസിനെ ഇടുന്ന ഇതായിരിക്കും. ഐസൊലേഷൻ അല്ലെങ്കിൽ ഹൈ റിസ്ക് പേഷ്യൻസിന് ഇടുന്നതുണ്ടാവാം, ഐസൊലേഷൻ പേഷ്യൻസിന് ഇടുന്നതുണ്ടാവാം. അപ്പോൾ അത് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പൊ ഇങ്ങനെയുള്ള സർവീസസിലേക്ക് എത്തണമെങ്കിൽ ഏത് സമയം, എങ്ങനെ, ടൈം അലോട്ട്മെന്റ് എങ്ങനെ, അല്ലെങ്കിൽ ഇവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ട്രീറ്റ്മെന്റ് ഗോൾസ് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ICUയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗണിലേക്ക് വരുന്നത്, അതിന്റെ കെയർ കണ്ടിന്യൂം, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളത് അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ ജനറൽ ഇൻസ്ട്രക്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ചില ഗൈഡ് ലൈൻസ് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് പ്ലേസ്മെന്റിന് ചില പ്രിൻസിപ്പിൾസ്, ജനറൽ പ്രിൻസിപ്പിൾസ് അവർ പറയുന്നുണ്ട്. ഞാനിതൊരു CDCയുടെ ഗൈഡ് ലൈനിൽ കണ്ടതാണ്. ആ ജനറൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് അവർ പറയുന്നത്, ഒന്ന് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, വരുന്ന രോഗത്തിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. 2 റിസ്ക് ഫാക്ടേഴ്സ്. 3 അഡ്വേഴ്സ് ഔട്ട്കംസ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ദെൻ പേഷ്യന്റിന്റെ എന്താ പറയുക, അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് റൂം ഷെയറിംഗ് ഓപ്ഷൻസ്. ഇതെല്ലാം ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഗൈഡ് ലൈൻസും ഉണ്ട്. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ജസ്റ്റ് റെഫർ ചെയ്തപ്പോൾ കണ്ട ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഇൻ പേഷ്യന്റ് കൊഹേർട്ടിംഗ് ആണ്. അപ്പൊ ഇതും എന്താണ്, പ്രിൻസിപ്പിൾസ് ആയിട്ട് ചില ഗൈഡ് ലൈൻസ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഡെസിഗ്നേറ്റ് പ്രപ്പോസ് ഫോർ ഈച്ച് ഏരിയ ആൻഡ് ദ ഹോസ്പിറ്റൽ ടു എൻട്രി, എക്സിറ്റ്, റിസപ്ഷൻ, ട്രയൽ ഏരിയ, OPDs, വാർഡ്സ്, എമർജൻസി, ലൈക്ക് ഓൾ ദ തിങ്സ്. അതിനകത്ത് ഇതിനകത്ത് പറയുന്നത് ആ പേഷ്യന്റ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതായത് എൻട്രിയും എക്സിറ്റും. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽസിലെ വർക്ക് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും പബ്ലിക് ചില സമയം ഇത് ഒബ്സർവ് ചെയ്യുന്നതിൽ ചില വിട്ടുവീഴ്ചകൾ വരുത്താറുണ്ടെങ്കിലും നമ്മൾ മിക്കവാറും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രിയും എക്സിറ്റും രണ്ടായിട്ടാണ്. അത് ഓരോ യൂണിറ്റിനും ഒരു സിംഗിൾ വാർഡ് എടുത്താലും മോസ്റ്റ് പ്രോബ്ലി അങ്ങനെ ആയിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ അങ്ങനെ ആക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ OPD പോലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ജനറൽ യൂണിറ്റ്സുകളാണെങ്കിൽ പോലും എന്താണ്, ഇവർ എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും എന്തായിരിക്കണം, രണ്ടും ഒരു ഫ്ലോയിൽ കൂടെ ആയിരിക്കണം. രണ്ട് ഏരിയയിലൂടെ, 2 ഡെസിഗ്നേറ്റഡ് ഏരിയയിലൂടെ ആണെങ്കിൽ ഒരു മിക്സിംഗ് അപ്പ് ഓഫ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഇൻസ്ട്രക്ഷൻ. A floor plan and flow of patients in different scenarios may be displayed in the patient entry zone, reception or triage. ഇത് നമ്മുടെ മിക്കപ്പോഴും നമ്മുടെ FHC, CHSC, താലൂക്ക് ലെവൽ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ സ്റ്റാൻഡർഡൈസേഷൻ ഡോക്യുമെന്റ്സിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഫ്ലോർ പ്ലാനിന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഫ്ലോർ പ്ലാൻ പേഷ്യൻസിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു സാധാരണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഇവരുടെ ഫ്ലോ ഓഫ് ഡയറക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സോണും ഓരോ ഏരിയയും യൂട്ടിലൈസ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഗൈഡ് ലൈൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ഇവരുടെ വേ ഓഫ് ലൈൻ എന്ന് പറയുന്ന ഒരു സാധനം വരച്ചിട്ടുണ്ട്. അതായത് ഇപ്പോ ഇന്ന ഏരിയയിലേക്ക് എത്താനായിട്ട് യെല്ലോ ലൈൻ ഫോക്കസ് ചെയ്യൂ, ഇതെന്ന് പറയുന്നത് ഇവരുടെ ആ യൂണിയൻ ഡയറക്ഷൻ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ്, ഫ്ലോർ പ്ലാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. ആൻഡ് പ്ലാൻ ഹൗ ടു ട്രയാജ് ആൾ പേഷ്യൻസ് വിത്ത് എപ്പിഡമിക് സിംറ്റംസ് വിത്തൗട്ട് കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ദ ജനറൽ പൂൾ ഓഫ് പേഷ്യൻറ്റ്. നമ്മൾ റെസ്പിറേറ്ററി ഹൈജീൻ പറഞ്ഞപ്പോഴും വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്.
ഈ റിസപ്ഷൻ ഏരിയയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ കഫ് കോർണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നടപ്പിലാക്കിയാൽ, ജനറൽ പൂളുമായിട്ട് മിക്സ് വരാതെ ഒരു നടപ്പിലാക്കിയാൽ, അത് എയർബോൺ ട്രാൻസ്മിഷന്റെ കാര്യത്തിൽ മാത്രമാണ്. ഇതുപോലെ തന്നെ എല്ലാ ട്രാൻസ്മിഷൻ ബേസ്ഡ് ആയിട്ടുള്ളതിനും നമുക്കൊരു വ്യക്തമായ ട്രയാജ് പ്ലാൻ ഫ്രം ദ ഫസ്റ്റ് കോണ്ടാക്ട്, ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ തന്നെ നമുക്ക് നടപ്പിലാക്കിയാൽ ഈ മറ്റ് രോഗികളുമായിട്ട്, അതല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഇൻഫെക്ഷൻ മിക്സ്ഡ് അപ്പ്, ഒരു പൂൾ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആ പ്ലാൻ ഉണ്ടാകണം. അത് പോളിസിയുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SOPs അത് ഉണ്ടാകണം. സോ ദാറ്റ് നമ്മളിലേക്ക് വരുന്ന പുതിയ സ്റ്റാഫ് ആയാലും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിരിക്കും, അവർക്കൊരു അവയർനെസ് ഉണ്ടാവുകയും അവരെ നടപ്പിലാക്കുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടക്കുകയും ചെയ്യും. ഇതാണ് ട്രയാജുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, പ്ലാൻ ഫോർ ഷിഫ്റ്റിംഗ് ഔട്ട് ആൻഡ് ഡിസ്ചാർജ് ആസ് പെർ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഗൈഡ് ലൈൻ. നമ്മുടെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഗൈഡ് ലൈൻ മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗൈഡ് ലൈൻസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ. അവിടെ ഈ ഷിഫ്റ്റിംഗ് ഔട്ടും ഡിസ്ചാർജും അതിന്റെ ടൈമിങ്സ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് റിലീവ് ചെയ്യുന്നത്, അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് പേഷ്യന്റ് കെയർ ഏരിയ ഷുഡ് ബി വെൽ വെന്റിലേറ്റഡ് ആൻഡ് ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് അപ്പോൺ ദ ഡിഫറെന്റ് ഗൈഡ് ലൈൻസ്. ഡിഫറെന്റ് ഗൈഡ് ലൈൻസ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, മിക്കപ്പോഴും നമ്മുടെ ഗൈഡ് ലൈൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് ഗൈഡ് ലൈൻ ആണ് അനുസരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ CDCയുടെ ഗൈഡ് ലൈൻസ് എടുക്കണോ, നാഷണൽ ഗൈഡ് ലൈൻസ് എടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്രഡിറ്റേഷൻ ഏജൻസീസിന്റെ ഗൈഡ് ലൈൻസ് എടുക്കണോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്വയർ ചെയ്യുന്ന ഏത് ഗൈഡ് ലൈൻ ആണോ, ഇപ്പോൾ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻക്വയർസ് പോലുള്ള ഏജൻസീസിന്റെ ഗൈഡ് ലൈൻ ആണെങ്കിൽ അങ്ങനെ, ആ ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യണം, എല്ലായിടത്തും യൂണിഫൈഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ബെഡ്സ് കുഡ് ബി പുട്ട് വിത്ത് എ സ്പേഷ്യൽ സെപ്പറേഷൻ. നേരത്തെ പറഞ്ഞ ആ സ്പേഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് 1 to 2 മീറ്റർ ആണ്. എപ്പോഴും 1 to 2 മീറ്റർ, എപ്പോഴും ഈ സ്പേസിങ് അല്ലെങ്കിൽ ആ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റബിലിറ്റി കൽപ്പിക്കുന്നതിന് എന്തിനെയാണ്, ഈ എയർബോൺ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനെയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും, ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 mm ആണ്. അതുകൊണ്ട് തന്നെ അത് 1.5 മീറ്ററിനും അപ്പുറത്തേക്ക് അത് പോകില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മിനിമം ഡിസ്റ്റൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ സെറ്റിങ്സിലും നമുക്ക് നടപ്പിലാക്കാൻ പറ്റണം. അതായത് നമ്മുടെ ഡിഫറെന്റ് വാർഡുകളിലോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ പേഷ്യന്റ് ഡ്വെല്ലിംഗ് സാധ്യതയുള്ളത് അവിടെ നമുക്കിത് നടപ്പിലാക്കാൻ പറ്റണം. അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യണം. നമ്മുടെ വാർഡുകളിലായാലും അല്ലെങ്കിൽ നമ്മുടെ IP അല്ലെങ്കിൽ OP കെയർ സെറ്റിംഗ്സിൽ ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യണം. എങ്കിലേ ഈ പ്രോപ്പർ പേഷ്യന്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നടപ്പിലാവുന്നുള്ളൂ.